അപ് കി അദാലത്തിൽ ഭാഗേശ്വർ ധാമിന്റെ ചീഫ് ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പബ്ലിസിറ്റിക്ക് വേണ്ടി സ്റ്റണ്ടൊക്കെ ചെയ്യുന്നു എന്നതാണ്. ശ്രീ ശാസ്ത്രി, പലരും എന്നോട് ഒന്ന് പറയാറുണ്ട്, ആപ് കി അദാലത്തിൽ താങ്കളെ വിളിക്കണമെന്ന്. സോഷ്യൽ മീഡിയയിൽ ഞാൻ താങ്കളെപ്പറ്റി ശ്രദ്ധിച്ചു. അവിടെ 40 ലക്ഷത്തിന് മേൽ ഫോളോവേഴ്സ് താങ്കൾക്കുണ്ട്. അത്രയും ഫോളോവേഴ്സ് ഉണ്ട്. താങ്കളെപ്പറ്റിയുള്ള വീഡിയോസ് പലരും എനിക്ക് അയച്ചു തന്നു. താങ്കൾ റോഡിലൂടെ നടന്നു പോയാണെങ്കിൽ അവിടെ വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകുന്നു. ഒരു വീഡിയോ ഞാൻ പബ്ലിക്കിനെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കളുടെ ഭക്തന്മാരാണ് എനിക്ക് അയച്ചു തന്നത്. ഇപ്പോൾ താങ്കൾ പറയുക, ഇത്രയും ജനങ്ങൾ അവിടെ വന്നിരുന്നോ അതോ ഇത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണോ? ജനങ്ങൾക്ക് അവരുടേതായ ഭാവനയുണ്ട്. അത് അവരവരുടെ നോട്ടം പോലെ ഇരിക്കും. ഒരു സ്ഥലത്ത് മാത്രമല്ല ഈ കൂട്ടം ചേരുന്നത്. ബാഗേശ്വർ ബാലാജിയുടെ ദർബാർ എവിടെയൊക്കെയാണോ നടക്കുന്നത്, ബാഗേശ്വർ ബാലാജിയുടെ കൃപ എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെയൊക്കെ. ഇത് വളരെ കുറച്ചാണ്, ക്യാമറയിൽ അത്രേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ 26 വയസ്സിനുള്ളിൽ ഇത്രയും ചർച്ചകൾ, ഇത്രയും പബ്ലിസിറ്റി, അങ്ങനെ എന്താ താങ്കളുടെ പക്കലുള്ളത്? ഗുരു ശക്തിശാലിയാണെങ്കിൽ ശിഷ്യൻ എന്തായാലും ബലശാലിയായിരിക്കുമല്ലോ. നിറയെ ആളുകൾ പറയും ഈശ്വരനില്ലെന്ന്, അതായത് ശിവഭഗവാൻ ഈശ്വരനല്ലെന്ന്, അതായത് ഈശ്വരനില്ലെന്ന്. എന്റെ നോട്ടത്തിൽ ഈ ചെറിയ ഗ്രാമത്തിൽ പോലും, അതായത് മധ്യപ്രദേശിലെ ചെറിയ ഗ്രാമമായ ഗഡാവിൽ പോലും, ഗഡാ ഗ്രാമത്തിൽ വളർന്ന ചെറിയൊരു ബാലനായ ധീരേന്ദ്ര കൃഷ്ണൻ, അവൻ ഇന്ന് എത്രത്തോളം വളർന്നു എന്ന് കാണുമ്പോൾ, ബാലാജിയുടെ കൃപ കൊണ്ട് ഇത്രയും ദൂരം വളർന്നു വരുമ്പോൾ അത് ഏതൊരു ബാലനും പറ്റുമെന്നതാണ്. ഈ ലെവലിൽ താങ്കൾ എങ്ങനെയാണ് എത്തിയെന്ന് താങ്കൾ പറയുന്നില്ലല്ലോ. അതായത് ജനങ്ങൾ താങ്കളെ ഫോളോ ചെയ്യുന്നു, അവർ താങ്കളെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം താങ്കൾക്ക് എന്ത് ശക്തിയാണുള്ളത്? ബാഗേശ്വർ ബാലാജിയുടെ കൃപ എല്ലാവർക്കും ഉണ്ട്. നിങ്ങളെ ജയിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അത് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് തെളിയിച്ചു കാണിക്കാം. നിങ്ങളുടെ പേര് തന്നെ നോക്ക്, രജത് ശർമ്മ. പക്ഷെ ഞാൻ പറയും നിങ്ങൾ വളരെ ദയാലുവാണെന്ന്. എന്തെന്നാൽ വലിയ ആളുകളുടെ പേര് ഉച്ചരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ദയാലു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായോ? പറഞ്ഞു വന്നത് എന്തെന്നാൽ ഇവിടെ വിരുന്നുകാരനായി വന്നതുകൊണ്ട് ഇതെന്റെ അധികാരമാണ്. ഓ ദയാലു, എന്റെയും അതുകൂടാതെ എല്ലാവരുടെ മേലും ബാഗേശ്വർ ബാലാജിയുടെ കൃപയുണ്ട്. എങ്കിലും ഞാൻ എന്റെ ഗുരുദേവിന്റെ കാല് പിടിക്കുന്ന സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഋഷിവര്യന്മാരുടെ സേവയുടെ കൃപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാനൊരു സത്യം കൂടി പറയാം. അത് വെച്ച് ഈ ലോകത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്നെ പലരും തേടി വരാറുണ്ട്. ബാഗേശ്വർ ധാമിലേക്ക് വന്നു നോക്ക്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്റെ ലോകം എങ്ങനെയുള്ളതാണ്. എന്നെ സംബന്ധിച്ച് താങ്കൾ എപ്പോൾ മുതൽ ഈ സംസ്കാർ ടിവിയിൽ വരാൻ തുടങ്ങിയോ അപ്പോൾ ജനങ്ങൾ താങ്കളുടെ സംഭാഷണം കേൾക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് പബ്ലിസിറ്റി വളരെ വേഗത്തിലായത്. അത് നിങ്ങൾക്കൊരു മാധ്യമം കൂടെ പറയാം. അതൊരു സാധനയാണ്. തലമുറയായി ഇത് നടക്കുന്നുണ്ട്. എന്റെ മുത്തച്ഛൻ പോലും അതിലൂടെയാണ് വന്നത്. ഞാനും 11ാമത്തെ വയസ്സിലാണ് വന്നത്. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇതില് എന്റെ ഭാഗത്തുനിന്ന് ഒന്നുമില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചില കാഴ്ചക്കാർ എന്നെ തെറ്റായാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഗുരുവിന്റെ കൃപ കൊണ്ട് മുമ്പിൽ തന്നെയുണ്ട്. താങ്കളെ വളരെ വേഗം കണ്ടെത്തിയെന്ന് തോന്നുന്നു. അതായത് താങ്കൾക്ക് പ്രായം വളരെ കുറവല്ലേ? എന്റെ പാരമ്പര്യം തന്നെ അങ്ങനെയാണ്. ചെറിയ വയസ്സിൽ പോലും ഞാൻ ഭഗവാന്റെ ലീലകളെ കുറിച്ച് പറയുന്നു. പ്രഹ്ലാദന്റെ ലീലകളെ കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട്. അതെന്തേ പറ്റാത്ത കാര്യമാണോ? ശരി, താങ്കൾ എന്തൊക്കെ ലീലകളാണ് മനസ്സിലാക്കിയത്? കുടുക്കുകളില്ലാത്ത തരത്തിൽ പല ലീലകളെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ നീതി മണ്ഡലത്തിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്നോട് എന്തൊക്കെയോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ ഗുരുവിന്റെ കൃപയിൽ ഞാൻ സനാതനധർമ്മം നിറവേറ്റിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. ലീലകളെക്കുറിച്ച് പറയുമ്പോൾ എന്നെ ഒരു ദൈവമായി കാണേണ്ട. ഞാനും ഇവരെ പോലെ സാധാരണക്കാരനാണ്. ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനല്ല. ഞാൻ എന്റെ പാരമ്പര്യം കൊണ്ടുപോകുന്നു, അത്രേയുള്ളൂ. കുട്ടിക്കാലത്ത് താങ്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റു കുട്ടികളെ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്? ഏറെക്കുറെ. സ്കൂളിൽ കുറച്ച് കുറുമ്പൊക്കെ ഉണ്ടായിരുന്നതായി ടീച്ചർ പറഞ്ഞല്ലോ. കുറച്ച് കുരുത്തക്കേടൊക്കെയുണ്ട്. അതായത് ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ കുറച്ച് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. പക്ഷെ ഞാൻ പോകുമ്പോൾ വളരെ ഗംഭീരമായിട്ടാണ് പോകുന്നത്. അതുകൂടാതെ എല്ലാവർക്കും എന്നെ അറിയാമായിരുന്നു. എന്റെ അച്ഛനെയും മുത്തച്ഛനെയൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് എന്റെ മുത്തച്ഛന് കൊടുക്കുന്ന അംഗീകാരം, അതുകൂടാതെ എന്റെ അച്ഛന് കൊടുക്കുന്ന അംഗീകാരം, അത് എനിക്കും കിട്ടുമായിരുന്നു. എന്റെ മുത്തച്ഛന് ആഞ്ജനേയന്റെ ദർശനം പോലും കിട്ടിയിട്ടുണ്ട്. അവരുടെ നിഴലിൽ വളർന്നവനല്ലേ ഞാൻ.
എപ്പോഴാണോ ഞാൻ സ്കൂളിൽ പോയത് അന്ന് തൊട്ടേ എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടായിരുന്നു. കുട്ടികൾ എന്നെ തേടി വരുമായിരുന്നു. ഞങ്ങൾ അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കുമായിരുന്നു. 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 10ാം ക്ലാസ്, അങ്ങനെ എല്ലാവരും. നടുവിൽ ഞാനിരിക്കും. ബാലാജിയുടെ കൃപ എല്ലാവരിലേക്കും ചൊരിയുമായിരുന്നു. അന്ന് ഞാനൊരു കുട്ടിയെ പോലെ പലതും പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ വളരെ വളർന്നിരിക്കുകയാണ്. അതായത് ഈ വളർച്ച കൊടുത്തത് തന്നെ ഈ ജനങ്ങളാണ്. അപ്പൊ ഞാൻ എന്താ പറയുന്ന വെച്ചാൽ, നിനക്ക് 55% കിട്ടും, ഇനിയും ശ്രമിച്ചാൽ 60% കിട്ടും, അങ്ങനെ. അതുകൊണ്ട് കൃപ, ഗുരു കൃപ. ഒരു ശക്തിയും എന്നോട് സംസാരിക്കാറില്ല. ഒരു ശക്തിയും എന്റെ മുമ്പിൽ വന്നിരുന്നിട്ടില്ല. ഞാൻ അനുഭവിക്കുകയാണ് ഒരു പ്രത്യേക തരം ഋഷി പാരമ്പര്യത്തിന്റെ മഹത്വം, നമ്മുടെ ഭാരതത്തിന്റെ മഹത്വം. അതിൽ നിന്നുണ്ടായ പ്രേരണയും അനുഭവവുമാണ്. ഇതെല്ലാം നടക്കുമോ? ഈ മഹത്വം എല്ലാവർക്കും കിട്ടുന്നതാണ്. ഞാൻ അത് എഴുതി വെച്ചു തരാം. ഭഗവാന്റെ കൃപ കൊണ്ട് എന്തൊക്കെ കിട്ടുമെന്ന്. അത് നടന്നിരിക്കും. എന്റെ ജീവിതം വളരെ സാധാരണമായിരുന്നു. വളരെ ചെറിയൊരു കുടിലായിരുന്നു ഞാൻ വളർന്നത്. ആ ചെറിയ കുടിലിൽ എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ അനുജന്മാരും, അങ്ങനെ ഞങ്ങൾ 5 പേരായിരുന്നു. ദൈവത്തിന് പോലും വളരെ കുറഞ്ഞ സ്ഥലമാണ് ഉണ്ടായിരുന്നത്. മുത്തശ്ശൻ സന്യാസത്തിലേക്കായതുകൊണ്ട് വീട്ടിലേക്ക് അങ്ങനെ വരാറില്ലായിരുന്നു. സാധാരണമായൊരു ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. സങ്കടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അനുഭവങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഇന്ന് അനുഭവമായി. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? താങ്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സാധാരണ സ്റ്റുഡന്റ് ആയിരുന്നു. അതെ, സാധാരണ സ്റ്റുഡന്റ്. മറ്റു കുടുംബങ്ങളെ പോലെയാണ് താങ്കൾക്കെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതൊന്നും പുതിയ കാര്യമല്ല. അതായത് ഞാൻ വേറെ തന്നെ ജനിച്ചതൊന്നും ഞാൻ പറയുന്നില്ല. ബ്രഹ്മാവ് എന്നെ വേറെ തന്നെ സൃഷ്ടിച്ചാണെന്നും ഞാൻ പറയുന്നില്ല. ലോകത്ത് നിങ്ങളൊക്കെ ഉണ്ടായില്ലേ, അതുപോലെ ഞാനും ഉണ്ടായത്. അതായത് ഗുരുവിന്റെ പാരമ്പര്യമുള്ളത് കൊണ്ടും ഹനുമാന്റെ കൃപയുള്ളത് കൊണ്ടുമാണ് ഗുരു എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങളിലേക്ക് പല സന്ദേശങ്ങളും എത്തിക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെ ദേശത്ത് ഹനുമാൻ ഭക്തന്മാരായിട്ട് നിറയെ പേരുണ്ടല്ലോ. ഉണ്ട്. കോടിക്കണക്കിന് ജനങ്ങൾ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും അമ്പലങ്ങളിൽ പോവാറുണ്ട്. അവരിൽ ഭൂരിഭാഗവും വ്രതവും ഇരിക്കാറുണ്ട്. പക്ഷെ ഹനുമാൻ എന്തുകൊണ്ടാണ് താങ്കളെ തന്നെ പിടിച്ചത്? അധികമായി ഭക്തി കാണിച്ചോ എന്തോ, എന്നോട് അധികം സ്നേഹമുണ്ടായേക്കാം. പക്ഷേ കോടിക്കണക്കിന് ജനങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ഭക്തന്മാരുണ്ടായേക്കാം. എല്ലാവരും അവരവർക്ക് വേണ്ടി പലതും ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ ലോകത്തിന് വേണ്ടി പലതും ചോദിക്കുന്നു. അതുകൊണ്ട് എനിക്കും മറ്റുള്ളവർക്കുമുള്ള വ്യത്യാസം ഇതായിരിക്കാം. നോക്കൂ, താങ്കൾ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നുള്ള ഒരു വീഡിയോ എന്റെ പക്കലുണ്ട്. താങ്കൾ ജനങ്ങളോട് ചോദിക്കുകയാണ്, അതായത് നിങ്ങളുടെ പക്കൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നൽകുക. ഉണ്ടെങ്കിലും വീടുകളുണ്ടെങ്കിലും കാറുകൾ, ബംഗ്ലാവ്, എന്തുണ്ടെങ്കിലും, സ്വർണം, വെള്ളി, ബാങ്ക്, FD, അതുപോലെ കറൻസിയും, വീട്ടിലുള്ള പിള്ളേരെ ഒഴിച്ച് ബാക്കി എല്ലാം തരാനാണ് പറയുന്നത്. ഞാനൊന്നും വേണ്ട എന്ന് പറയുന്നില്ല. ഈ ദർബാർ നടക്കുമ്പോൾ ലോകത്തിലെ ജനങ്ങൾക്ക് ഒരു കണ്ണിവിടെ ഉണ്ടാകും. ഈ ദർബാർ നടക്കുന്നതിന് ജനങ്ങളുടെ കയ്യിലുള്ള കാശ് വീഴുകാൻ വേണ്ടിയിട്ടാണെന്ന് അവർ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാകാം. മനസ്സിലായോ? പക്ഷേ ഞങ്ങൾ ദർബാർ നടത്തുമ്പോൾ മൈക്കിലൂടെ പറയാറുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ളതൊന്നും ഞങ്ങൾക്ക് തരണ്ട, എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന്. പക്ഷേ നിങ്ങൾ ഒരു ശിഷ്യനായിട്ട് ഉള്ളിലേക്ക് വന്നിട്ട് എന്നെ ഗുരുവായിട്ട് കാണുകയാണ് എന്ന് കരുതി നിങ്ങൾ എനിക്ക് എന്ത് തന്നാലും ശരി, അതായത് ഈ ഇന്ത്യ TV പോലും എനിക്ക് എഴുതി തന്നാൽ എനിക്കൊന്നും മറുത്തു പറയാനില്ല. ഞാൻ വേണ്ട എന്ന് പറയില്ല. ഞങ്ങൾ വാങ്ങിക്കൊണ്ടേയിരിക്കും. വാങ്ങുന്നത് തെറ്റല്ല, അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതുപോലിരിക്കും. വാങ്ങിയിട്ട് അത് തെറ്റായ വഴിയിലൂടെ ഉപയോഗിക്കാതിരിക്കുക. ഞങ്ങൾ വാങ്ങും. ഗുരു എന്ന് വിചാരിച്ച് ആരെങ്കിലും കൊടുത്താൽ അത് ഞങ്ങൾ തീർച്ചയായും വാങ്ങും. ഞങ്ങളുടെ പരമ്പര തന്നെ മോതിരത്തെ അഴിച്ച് ഗുരുവിന് കൊടുത്ത പരമ്പരയാണ്. ഞങ്ങളും വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എത്രത്തോളം സമ്പാദിച്ചിട്ടുണ്ട്? എനിക്ക് ഫിക്സ് ആയിട്ടൊരു വരുമാനം പോലുമില്ല. എന്തെന്നാൽ ഞാനൊരു കമ്പനിയോ ബിസിനസ്സോ അല്ല ചെയ്യുന്നത്. കിട്ടിയത് അപ്പോൾ തന്നെ കൊടുത്തു കളയുന്നു. പക്ഷേ ഭക്തന്മാരുടെ സ്നേഹമുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളുടെ ആശീർവാദമുണ്ട്, ആയിരക്കണക്കിന് സാധുക്കളുടെ ആശീർവാദമുണ്ട്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കണക്ക് കാണുമല്ലോ. എത്ര വരുമാനം? സനാതനത്തിന് വേണ്ട വരുമാനം നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. താങ്കളെ പറ്റി ഇനിയും പറയുകയാണെങ്കിൽ, താങ്കൾ പബ്ലിസിറ്റിക്ക് വേണ്ടി സ്റ്റണ്ട് ചെയ്യുന്നു, അതുപോലെ പല കാര്യങ്ങളും സംസാരിക്കുന്നു. താങ്കൾ പറഞ്ഞു എന്ന് കേട്ടു, വിസ വാങ്ങിക്കാതെ ഹനുമാൻ ലങ്കയിലേക്ക് പോയെന്ന്. ഈ മോഡേൺ ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, ഇവരോട് ലങ്കാദഹനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവർ ആശ്ചര്യത്തോടെയാണ് കേൾക്കുന്നത്. ഇവരുടെ മുത്തശ്ശന്മാർ പല കഥകളും പറഞ്ഞിട്ടുണ്ടാകാം. ഇവർ കുഴപ്പത്തിലായിരിക്കുകയാണ്. ഇവരോട് ആത്മീയപരമായിട്ട് പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് മനസ്സിലാവത്തുള്ളൂ. അതായത് രാവണൻ ഫോണിൽ സംസാരിച്ചെന്നാണ്. പ്രമാദമായിരിക്കുന്നു. ഇതാണ് പറയാൻ വന്നത്. എന്റെ ശക്തി നിങ്ങൾക്കും കിട്ടിയിരിക്കുന്നത് മനസ്സിലായി.
നല്ല കാര്യം. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു രാവണനുണ്ടെന്ന് തന്നെ പറയാം. ഈ ലോകത്തിന്റെ കാര്യം നോക്ക്. തെറ്റായ കാര്യങ്ങൾ പറയുക, തെറ്റായ കാര്യങ്ങൾ കേൾക്കുക, തെറ്റായ കാര്യങ്ങൾ കാണുക. അവന്റെ ഉള്ളിൽ രാവണനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഹനുമാൻ ലങ്കയിലേക്ക് പോയി കഴിഞ്ഞു. ഇത് ഇവരോട് നിങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? വിസ, പാസ്പോർട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം. അത് പറഞ്ഞ് കണക്ട് ചെയ്യണം. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ സാധാരണമായ കാര്യങ്ങളാണ്. ഇതുപോലെ നന്നായി മനസ്സിലാക്കാൻ താങ്കൾ വേണ്ടി മനസ്സിലാക്കിയിടത്തോളം അവർ മനസ്സിലാക്കിയില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? താങ്കളെക്കാളും കൂടുതലായി ജനങ്ങൾക്ക് ഞാൻ നന്നായിട്ട് അറിയാം. അങ്ങനെയല്ല പറഞ്ഞത്. ആ. ഞാൻ എന്റെ കാഴ്ചയിൽ കാണുന്നു, അവരവരുടെ കാഴ്ചയിൽ കാണുന്നു. അവരും അറിവുള്ളവരാണല്ലോ. അവരും പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഒരിക്കലും തെറ്റെന്ന് പറയുന്നേയില്ല. അതുകൊണ്ട് ഇത് ഒരിക്കലും കുറ്റമാവുന്നില്ല. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? അതായത് എന്റെ പക്കൽ ഒരു ഗതയുണ്ട്, അതിൽ വൈഫൈ ഉണ്ട്, പ്ലെയിനിലും ആ വൈഫൈ വർക്കാകും. ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നുന്നില്ലേ? ലോകത്തിന്റെ കാഴ്ച പോലെ ഉൾക്കാഴ്ചയിൽ കാണുകയാണെങ്കിൽ ഇത് വളരെ ആഴമേറിയൊരു വിഷയമാണ്. നിങ്ങൾ ഇത് വെറുതെ കാണുകയാണെങ്കിൽ ദാ നോക്കൂ, നിങ്ങൾ ഓരോരുത്തരുടെ കാഴ്ചയിലും വ്യത്യസ്തമായിരിക്കും ഇത്. ഇവിടെ നോക്ക്, എല്ലാവരും ദൈവത്തിന്റെ ലീലകളെപ്പറ്റി മാത്രമാണ് പറയുന്നത്. ഞാൻ മഹാഭാരതത്തിന്റെ കഥ തന്നെയല്ലേ പറയുന്നത്. ഓരോരുത്തരുടെ കാഴ്ചയും വ്യത്യസ്തമാണ്. അത് നിങ്ങൾ തമാശയായി കാണരുത്. ഭഗവാന്റെ കഥ നിങ്ങൾ കേൾക്കണം. നമ്മുടെ പൂർവികരുണ്ടല്ലോ, അവരുടെ പാരമ്പര്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തിരുന്ന് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലുണ്ടല്ലോ, അച്ഛന്റെയും അമ്മയുടെയും വാക്കുകൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും തെറ്റിലേക്ക് പോവില്ല, നന്നായിട്ടേ വരുള്ളൂ. ശാസ്ത്രി സർ, താങ്കൾ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ അന്ധന്മാരുള്ള നാട്ടിൽ കണ്ണാടി വിൽക്കുന്നത് പോലെയുണ്ട്. അതുപോലൊരു കാര്യം എനിക്കില്ല. എന്റെ കണ്ടെത്തലുകൾ ഞാൻ തെളിയിച്ചു കാണിക്കാം. ഞാൻ വെറും വൈഫൈ എന്നല്ല പറയുന്നത്, അതിന്റെ മഹത്വം എന്താണെന്ന് പറയാം. എന്നെ അന്വേഷിച്ച് ദർബാറിലേക്ക് വരുന്നവരുടെ മഹത്വത്തെക്കുറിച്ച് ഞാൻ പറയാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവൻ ആരൊക്കെയാണ് ഉള്ളിലേക്ക് വരുന്നത്? അവരെയൊക്കെ ദൈവമുണ്ടെന്ന് വിശ്വസിപ്പിക്കും. നോക്കൂ, താങ്കൾ ഈ പാമര ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ തമാശയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്. ഞാനും അങ്ങനെ നിങ്ങൾ കളിക്കുമല്ലോ. കണ്ടാൽ മതിയെന്ന്. പിന്നെ എന്തിനു വേണ്ടി ഞാൻ താങ്കൾ വളരെ സൗഹൃദപരമായി സംസാരിക്കുമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ തമാശയായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്താൽ അത് നിങ്ങളുടെ തെറ്റാണ്. അതായത് നിങ്ങൾ ടിക്കറ്റ് ഇല്ലാതെ ഒരു പ്രാവശ്യം ട്രെയിനിൽ വെച്ച് കുടുങ്ങിയില്ലേ? അതിനെപ്പറ്റി പറയട്ടെ. അതെ, തീർച്ചയായിട്ടും പറയണം. ടിക്കറ്റ് ഇല്ലാതെ കുടുങ്ങിപ്പോയി. പക്ഷെ അതേ TTRയുടെ കയ്യിൽ നിന്ന് 1500 രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഏത് TTRയുടെ കയ്യിൽ നിന്നാണോ കാശ് വാങ്ങിച്ചത്, അവരോട് വൈഫൈയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ് അവരുടെ അച്ഛനെ കുറിച്ച് വരെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വലിയ ലീലകൾ കാണിക്കുന്നത് പോലെയാണ് താങ്കൾ ചെയ്യുന്നത്. ഹനുമാന്റെ അനുഗ്രഹം ഉണ്ടെന്ന് താങ്കൾ പറയുന്നു. അതുപോലെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുമെന്ന് പറയുന്നു. പാവപ്പെട്ട ജനങ്ങൾ താങ്കളുടെ അടുത്ത് പറ്റിക്കപ്പെടുകയാണ്. ഞാൻ ഒരിക്കലും ലീലകളെക്കുറിച്ച് അറിയാമെന്ന് ആരോട് പറഞ്ഞിട്ടില്ല. ഈ നീതിമന്ത്രത്തെ മുൻനിർത്തി ഞാൻ പറയുകയാണ്, ഞാൻ എങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടേയില്ല. ഞാൻ ദൈവവുമല്ല, മഹാത്മാവുമല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ ഞാൻ എന്റെ പൂർവികന്മാർ എനിക്ക് കൊടുത്ത ജ്ഞാനത്തെ വെച്ചാണ് എല്ലാവരുടെയും മുമ്പിൽ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹർഷി വാൽമീകിയുടെ കഥകൾ പോലും ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾക്ക് എന്നോട് മതിപ്പുള്ളത്. എന്റെ കഥകളൊക്കെ കേട്ട് ജനങ്ങൾ ആത്മീയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അതിശയമെന്ന് തന്നെ പറയാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് എന്താണോ തോന്നുന്നത് അങ്ങനെയും വേണമെങ്കിൽ എടുത്തേക്കാം. പക്ഷെ നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. പാവപ്പെട്ടവർ, കഷ്ടപ്പെടുന്നവർ, അസുഖങ്ങൾ വന്ന് ബുദ്ധിമുട്ടുന്നവർ, ഡോക്ടറിനോടും ഹോസ്പിറ്റലിനോടുമുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നവർ. അവർ നിങ്ങളെ അന്വേഷിച്ചു വരുന്നു. ഇവിടെ ഒരു പരിഹാരം ലഭിക്കുമെന്ന് കരുതുന്നു. ചില കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിയില്ല, ചിലർക്ക് നടക്കാൻ കഴിയില്ല. അവർ ആത്മവിശ്വാസത്തോടെ താങ്കളെ അന്വേഷിച്ച് വരുന്നതായിട്ടാണ് ഞാൻ കേട്ടത്. തീർച്ചയായിട്ടും താങ്കളുടെ അരികിലേക്ക് വരികയാണെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരം ലഭിക്കുമെന്ന് അവർ കരുതുന്നു. അവർക്ക് കിട്ടുമല്ലോ. ആരാണോ വരുന്നത് വിശ്വാസത്തോടു കൂടിയാണോ വരുന്നത്? ജീവിതത്തിൽ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടായേക്കാം. ഡോക്ടർമാരോടുള്ള വിശ്വാസം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പറ്റിക്കപ്പെടുക, അവർക്ക് എല്ലാം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്റെ ദർബാർ അന്വേഷിച്ച് വരുന്നവർ ഒരിക്കലും പറ്റിക്കപ്പെട്ട് തിരിച്ചു പോകത്തില്ല. എന്റെ അടുത്ത് വന്നു പോകുന്നുണ്ട്. അവർ എന്തായാലും സന്തോഷത്തോടെ ഇരിക്കുള്ളൂ. ഒരു വിശ്വാസത്തിൽ അവർ തിരിച്ചു പോവുകയാണെങ്കിൽ അതിൽ എന്താണ് തെറ്റുള്ളത്? ഒന്ന് പറഞ്ഞേ. പണം കൊടുക്കേണ്ടതില്ല, ദക്ഷിണ കൊടുക്കേണ്ടതില്ല, ഒന്നും ചെയ്യാതെ അവർ ഹനുമാനിലേക്ക് അലിയുകയാണെങ്കിൽ, ദൈവത്തിലേക്ക് അവർ അലിഞ്ഞു ചേരുകയാണെങ്കിൽ, 4 ദിവസം കൊണ്ട് നീ മരിക്കുമെന്നും പറഞ്ഞ് ഡോക്ടർ അയച്ചവൻ അവൻ ഇവിടെ വരികയാണെങ്കിൽ, ബാഗേഷ് വർദ്ധാനിലേക്ക് വരുമ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉടലെടുക്കുകയാണ്. അവന്റെ മുഖത്തൊരു സന്തോഷം കാണുകയാണെങ്കിൽ അത് നിങ്ങൾ എന്തിനാണ് തെറ്റായിട്ട് എടുക്കുന്നത്? അങ്ങനെയല്ല, താങ്കളുടെ അടുത്തേക്ക് വന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുകയാണെങ്കിൽ
പിന്നെ എന്തിനു വേണ്ടിയാണ് താങ്കൾ ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. മരുന്നും ആശീർവാദവും രണ്ടും ആവശ്യമാണ്. ഞാൻ ഒരിക്കലും ഡോക്ടർമാർക്ക് എതിരല്ലല്ലോ. ഞാൻ ചോദിച്ച ഉടൻ തന്നെ നിങ്ങൾ മരുന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞു. അല്ല, ഭാഗേഷ് വർദ്ധാനിലും ഹോസ്പിറ്റലുണ്ട്. അതും അമ്പലത്തിന് മുമ്പിലായി തന്നെ ഉണ്ട്. അവിടെ ഗ്രാമപഞ്ചായത്തും ഓഫീസും ഉണ്ട്. അവിടെ ആയുർവേദ മെഡിസിനും നിങ്ങൾക്ക് കിട്ടും. മരുന്ന് വാങ്ങി കുടിച്ചിട്ട് നിങ്ങൾക്ക് ഗുണമായില്ലെങ്കിൽ നേരെ നിങ്ങൾ എന്റെ ദർബാറിലേക്ക് വന്നോളൂ. അവിടെ അമ്പലമുണ്ട്. രണ്ടും ജോലി ചെയ്യാൻ നല്ലതല്ലേ? ഇത് ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ തന്നെ പറഞ്ഞാണ്. ട്രീറ്റ്മെന്റ് കൊടുക്കും, ഓപ്പറേഷൻ ചെയ്യും, ബാക്കിയൊക്കെ ദൈവത്തിന്റെ കൈകളിലാണെന്നുള്ള മറ്റൊരു കാര്യം. പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ ഏത് ഫീൽഡിലാണോ ഉള്ളതോ അതുപോലെയുള്ള പലരും ഇവിടെയുണ്ട്. അതായത് പ്രവചനം നടത്തുന്നവർ, താങ്കളെ പോലെ അനുഗ്രഹിക്കുന്നവർ. ഋഷി പാരമ്പര്യത്തിലുള്ള പല ആളുകൾ ഇന്ത്യയിൽ ഇപ്പോഴുമുണ്ട്. അധികം ആളുകൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരുപാട് പേർ ഇപ്പോഴുമുണ്ട്. ഞങ്ങളുടെ സ്ഥലത്ത് മാത്രമല്ല, പല സ്ഥലത്തായിട്ടുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ സ്ഥലത്ത് എന്റെ ദർബാറാണുള്ളത്. അത് വളരെ വലുതുമാണ്. ഇനിയും വളരെ വലിയ വലിയ ആളുകൾ. ഞാൻ പറയട്ടെ, ലൗലേഷ് എന്നൊരു മഹാൻ ഉണ്ടായിരുന്നു. 20 വയസ്സായി. അദ്ദേഹവും ഇതുപോലെ പ്രവചിക്കാറുണ്ടായിരുന്നു, അനുഗ്രഹിക്കാറുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ അയാളെ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെ അയാളെക്കുറിച്ച് ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതേക്കുറിച്ച് എന്നോട് ചോദിക്കണ്ട, ദൈവത്തിനോട് തന്നെ ചോദിക്കും. ഇപ്പോ റേപ്പ് കേസില് ജയിലിലാണ് ഉള്ളത്. എനിക്കറിയില്ല. ശരി, ഇതുപോലെയുള്ള പലരും താങ്കളുടെ ഏരിയയിലുണ്ടോ? ഞാൻ സർവേ എടുക്കാനൊന്നും ഇതുവരെ പോയിട്ടില്ല. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പോയിട്ട് അന്വേഷിച്ചിട്ട് വരാം. എനിക്ക് ഒരു കാര്യം മാത്രമേ അറിയൂ. ഛത്തർപൂർ ജില്ലയിൽ ഒരു ഭാഗേഷ് വർദ്ധാമുണ്ട്. അവിടെ സന്യാസി വര്യന്മാരുടെ ഒരു പാരമ്പര്യ ദർബാറുണ്ട്. നിങ്ങളും വന്നോളൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള പലരും ചുറ്റിക്കറങ്ങുന്നുണ്ട്. ദൈവിക ശക്തി ഉള്ളതായി അവർ പറയുന്നു. ഒരാൾ ജയ്പൂരിലുണ്ട്. പല സിദ്ധികളും തനിക്ക് ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ആരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണമെങ്കിലും പറയുമെന്ന്, ഫാമിലി മെമ്പേഴ്സിന്റെ പേരും പറയുമെന്ന്. എന്റെ കൈവശം അതുപോലുള്ള സിദ്ധികളൊന്നുമില്ല. ഈ കഴിവുകളൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. എന്റെ ഇഷ്ടദൈവം ഹനുമാന്റെ മേലെ എനിക്ക് വിശ്വാസമുണ്ട്. ഇതിൽ പരം എന്റെ കൈവശം ഒന്നും തന്നെയില്ല. ഞാൻ ഡേറ്റിനെ പറ്റി പറയില്ല, പേരിനെ കുറിച്ച് പറയില്ല. അവരുടെ അനുഗ്രഹത്താൽ എനിക്ക് ഇതൊക്കെ കിട്ടിയെങ്കിൽ നല്ല കാര്യം തന്നെയല്ലേ? ജനങ്ങൾ താങ്കളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സാധാരണയായി സന്യാസി എന്ന് വെച്ചാലേ ഞങ്ങളുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ചാ അവര് വേറൊരു രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക, പിന്നെ സിമ്പിളും ആയിരിക്കും. പക്ഷേ നിങ്ങളെ കാണുമ്പോൾ, നിങ്ങൾ വെച്ചിരിക്കുന്ന ഈ തൊപ്പിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വളരെ കളർഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. ഈ ലോകത്ത് നിങ്ങളും വർണ്ണാഭമായി തന്നെ ജീവിക്കണം. നല്ലത്, വളരെ നല്ലത്. റെയിൻബോ എന്ന 7 കളറുണ്ട് മൈ ഡിയർ സിസ്റ്റർ. ലോകത്ത് തന്നെ 7 നിറങ്ങളുള്ളപ്പോൾ നമ്മൾ എന്തിനു മറച്ചു ജീവിക്കണം? ഞാൻ സന്യാസിയല്ല, അതുമാത്രമല്ല ഞാൻ മഹാത്മാവുമല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഗുരു പറഞ്ഞു കൊടുത്തത് ഞാൻ പുറമേ പറയുന്നു. ഞാനും സാധാരണ മനുഷ്യനാണ്. എന്റെ സർനെയിം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ബ്രാഹ്മണ കുലത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രാഹ്മണന്മാർ ഉപയോഗിക്കുന്ന വസ്ത്രം ഉപയോഗിക്കുന്നു. എന്റെ ഗുരുവിനെ വണങ്ങുന്നതുകൊണ്ട് അവരുപയോഗിക്കുന്നത് പോലുള്ള കാലടി ഞാൻ ഉപയോഗിക്കുന്നു. ഈ തൊപ്പി എനിക്ക് ഒരാൾ തന്നതാണ്. അതുപോലെ നിങ്ങൾ ഒരു തൊപ്പി തരികയാണെങ്കിൽ അതും ഞാൻ ഉപയോഗിക്കും സിസ്റ്റർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വന്നാൽ അതിടാനും ഞാൻ തയ്യാറാണ്. ഒരു വെബ്സൈറ്റിൽ വന്നിരുന്നു, താങ്കൾ ഈ തൊപ്പി ധരിക്കുന്നില്ലേ? ഈ തൊപ്പി തലയിൽ വെക്കുന്നവരുടെ അടുത്തു നിന്നും ഗുരുദക്ഷിണ വാങ്ങിക്കുന്നെന്ന് കേട്ടു. താങ്കൾക്ക് ഈ ഡ്രസ്സൊക്കെ തരുന്നില്ലേ? അവരുടെ അടുത്തു നിന്നും താങ്കൾ കാശെല്ലാം അതുപോലെ ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ല. അവനെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആരും ദക്ഷിണ തന്നിട്ടേയില്ല. തൊപ്പി ഇടാൻ വേണ്ടിയിട്ടും ഡ്രസ് ഇടാൻ വേണ്ടിയിട്ടും തന്നിട്ടേയില്ല. ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ആരെന്ത് തന്നാലും ഞാൻ അതിട്ടിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ വളരെ സാധാരണമായ ഒരാളാണ്. എന്റെ പരമ്പര താങ്കൾക്ക് വളരെയധികം ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. ഇതിൽ എന്താണ് പ്രശ്നമുള്ളത്? ആർക്കെങ്കിലും ഇതിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ലതിട്ടോളൂ. പൊതുവെ പറയാറുണ്ട്, ഒരു പണക്കാരനായ വ്യക്തി അവരാണ് ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് സിംബൽ കാണിക്കുന്നതെന്ന്. താങ്കളുടെ വസ്ത്രധാരണവും അതുപോലെ ഒരു പണക്കാരനാണ് കാണിക്കുന്നത്. ഇത് ജനങ്ങളുടെ ആഗ്രഹമാണ്. എന്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പണം പ്രധാനമല്ല, ധനം പ്രധാനമല്ല, സമ്മാനം പ്രിയമല്ല. എനിക്ക് ഹനുമാൻ സ്വാമിയെ ഇഷ്ടമാണ്. അവരുടെ ഭക്തനായതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലുള്ള വസ്ത്രമാണ് ധരിക്കാറ്. അതുകൊണ്ട് തന്നെ ഹനുമാന്റെ ഭക്തന്മാർ എത്രത്തോളം പേരുണ്ടോ അവരൊക്കെ എപ്പോഴും പണക്കാരായി തന്നെയാണ് ഇരിക്കുന്നത്. ആർക്കാണോ ദൈവവിശ്വാസം ഇല്ലാത്തത് അവരാണ് കഷ്ടപ്പെടുക, നാശത്തിലേക്ക് പോവുക. ഹനുമാനെ ഞാൻ എന്റെ അച്ഛനെ പോലെ കാണുന്നു. അവരുടെ ഭക്തനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കളർ ഡ്രസ്സെല്ലാം ഉപയോഗിക്കുന്നു.